വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഫ്ലിപ്കാർട്ട് ഹോളാണ്. ഇന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് കുർത്തീസ് ആണ് കാണിക്കാൻ പോകുന്നത്. സമ്മറൊക്കെ അല്ലേ വരുന്നത്, സോ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ നോക്കുന്ന ഒരു സമയമാണ് സമ്മർ എന്ന് പറയുന്നത്. കോട്ടൺ മെറ്റീരിയലുള്ള ഔട്ട്ഫിറ്റ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ നോക്കുന്നത്. സോ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കോട്ടൺ മെറ്റീരിയലുള്ള കുറച്ച് കുർത്തീസ് വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു നോമ്പിൻ്റെ സമയത്തും പിന്നെ പെരുന്നാളിന് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വാങ്ങിക്കില്ല, അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ. നല്ല അഫോർഡബിൾ പ്രൈസിലുള്ള കുർത്തീസാണ്. ഓഫീസ് കോളേജ് ഗോയിങ് ആയിട്ടുള്ളവർക്കൊക്കെ ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്നവർക്കാണെന്നുണ്ടെങ്കിലും അങ്ങനെ ക്യാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുർത്തീസാണ്. സിമ്പിൾ ആയിട്ടുള്ള കുർത്തീസ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഞാൻ അപ്പോൾ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത അതിനേക്കാട്ടിലും ഭംഗിയുണ്ടത്. അപ്പോൾ കുറച്ചൊക്കെ പുറത്തേക്കൊക്കെ ഇട്ടിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേ ഗൈസ്, നമുക്ക് ഓരോ പ്രോഡക്റ്റ് ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു കുർത്തിയാണ്. ഈ ഒരു കുർത്തിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നെക്കിൽ നല്ല ത്രെഡ് വർക്ക് പോകുന്നുണ്ട്, എംബ്രോയിഡറി വർക്കാണ്. അതിലിങ്ങനെ മിറർ ഡീറ്റെയിലിംഗ് പോകുന്നുണ്ട്. മിററിൻ്റെ സ്വീക്വൻസ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കോണായിട്ടാണ് പോകുന്നത്. നല്ല ഭംഗിയുണ്ട്. ഒരു ഓറഞ്ചിഷ് പീച്ചും ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും കൂടെ കോമ്പിനേഷൻ വന്നിട്ടുള്ള കുർത്തിയാണ്. വൈറ്റ് ബേസിൽ നല്ല ഭംഗിയുണ്ട്. നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. ആൻഡ് ഇവിടെ ചെറിയൊരു കട്ടിങ് ഉണ്ട്. പിന്നെ സ്ലീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3/4 നോർമൽ സ്ലീവാണ്. ഇവിടെ സിൽവറിൻ്റെ ഒരു ലേസ് പോകുന്നുണ്ട്. അത്യാവശ്യം ഫ്ലെയർ ഒക്കെ ഉള്ള കുർത്തിയാണ്. പിന്നെ സ്ലിറ്റ് വരുന്നുണ്ട് സൈഡിൽ. നല്ല പക്ക കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് വന്നിട്ടുള്ളത്. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഷ്രിങ്ക് ആവുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രോഡക്റ്റ് ആണ്. നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റിച്ചിങ് ഒക്കെ കണ്ടിട്ട് കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ലോക്കിംഗ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 300 ആണ് കേട്ടോ. 300 റേഞ്ചിലാണ്. ഇതെല്ലാം ബിലോ 300 ആണ്. അതായത് 290, 280 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ എല്ലാ കുർത്തീസും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് BK അപ്പാരൽസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു കുർത്തയാണ് കേട്ടോ. ഓക്കെ, ഞാൻ വാങ്ങിച്ച സൈസ് വന്നിട്ട് സ്മോളാണ്. സ്മോൾ എന്ന് പറയുമ്പോൾ 36 ആണ് വരുന്നത്. എനിക്ക് കുറച്ച് ലൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വാഷ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്യാമെന്ന്. അഥവാ ചുരുങ്ങി പോകുകയെന്നുണ്ടെങ്കിലോ ഷേപ്പ് ചെയ്യാനുണ്ടാവുമോ എന്നറിയില്ല, എന്നാലും വാഷ് ചെയ്തിട്ട് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി സെക്കൻഡ് പ്രോഡക്റ്റ് വന്നിട്ട് ഇത് ഞാൻ കുറേ നാളായിട്ട് ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ഒക്കെ വിഷ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കുർത്തിയാണ്. ഇതൊരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. മെറൂണിൽ ബേജ് കളറിലുള്ള പ്രിൻ്റാണ് പോകുന്നത്. ആൻഡ് ഇതിൻ്റെ നെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോളേർഡ് നെക്കാണ് കേട്ടോ. കോളേർഡ് നെക്കിൽ ഇങ്ങനെ ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ലേസാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതും ബേജ് കളറിൽ തന്നെ. പക്ഷേ ഇതിൻ്റെ നെക്ക് കുറച്ച് വീതിയുണ്ട്, കുറച്ച് ലൂസിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ മെലിഞ്ഞിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ലൂസായിട്ടാണുള്ളത്. അപ്പോൾ കുറച്ച് വീതിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും. കുറച്ചിങ്ങനെ സ്പ്രെഡായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെ പറഞ്ഞുതരാം, എന്തായാലും ആ ഒരു രീതിക്കാണ്. പിന്നെ നെക്ക് ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ നല്ല ഡീപ്പായിട്ടാണുള്ളത്. സോ നമ്മളൊരു നെക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതും കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഞാൻ ഇത് റയോൺ ആണെന്നായിരിക്കും കേട്ടോ വിചാരിച്ചത്. പക്ഷേ റയോൺ അല്ല, നല്ല കോട്ടൺ ആണ്. ഇതിൻ്റെ സ്ലീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3/4 സ്ലീവാണ്, നോർമൽ കുർത്തീസിൻ്റെ സ്ലീവ് പോലെ. പിന്നെ ഇവിടെ ആ ഒരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വീതിയുണ്ട്. പിന്നെ സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട്. നല്ല പ്രോഡക്റ്റ് തന്നെയാണിത്. ഇത് കളറ് ബ്ലീഡ് ആവുമെന്നറിയില്ല. കണ്ടിട്ട് നല്ല കുഴപ്പമൊന്നുമില്ല. എന്താ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ 290 എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ്. ആ ഒരു പ്രൈസിന് എന്തായാലും വർത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണ ഇതുപോലെ കുർത്തീസ് വാങ്ങുകയെന്നുണ്ടെങ്കിൽ 700, 600 റേഞ്ചിലാണ് അത്യാവശ്യം നോർമൽ ആയിട്ടുള്ളതിന്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇതെന്തായാലും വർത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെയൊക്കെ റിവ്യൂസ് നോക്കുമ്പോൾ നല്ല റിവ്യൂസ് തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് വൺ. ഒരു ബേജ് പാൻറ്റിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. ലാസ്റ്റ് വൺ വന്നിട്ട് വീണ്ടും ഒരു വൈറ്റ് ബേസിൽ വരുന്നതാണ്. ഇതിൽ ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഒരു ലീഫ് പ്രിൻ്റാണ് വരുന്നത്. ആൻഡ് ഇവിടെ ടാസിൽസ് പോകുന്നുണ്ട് നേവി ബ്ലൂവിൽ. പിന്നെ വുഡൻ്റെ 2 ബട്ടണും കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ സ്മോളോ മീഡിയം ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് വന്നിട്ടുള്ളത് ലാർജാണ്. അതെന്താ അങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല.
ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് ആണോ എന്നുള്ളത്. എൻ്റെ മനസ്സിൽ എന്തായാലും സ്മോളോ മീഡിയം ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത് ലാർജ് ആണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇത് കുറച്ചധികം ലൂസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഓൾട്ടർ ചെയ്യേണ്ടി വരും. ഇതിൻ്റെ സ്ലീവ് നോക്കാനുണ്ടെങ്കിൽ പ്ലെയിൻ നോർമൽ സ്ലീവ് തന്നെ, സ്ലിറ്റ് ഉണ്ട്, വീതി ഉണ്ട്. ഇതിപ്പോൾ സൈസ് വലുതായതുകൊണ്ട് തന്നെ നല്ല വീതി ഉണ്ട്. നമ്മൾ ഓൺലൈനിൽ കുർത്തീസ് വാങ്ങിക്കുന്ന സമയത്ത് മിക്കപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീതി ഉണ്ടാവില്ല. സ്ലിറ്റിൻ്റെ അവിടെ നല്ല വീതി കുറഞ്ഞിട്ടാണ് മിക്കപ്പോഴും ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇതിനാരും കുഴപ്പമില്ല കേട്ടോ, നല്ല വീതിയുള്ള ടൈപ്പ് തന്നെയാണ്. അപ്പോൾ എനിക്കിതൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അറിയില്ല കേട്ടോ, വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യം എനിക്കറിയില്ല. ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പക്കാ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. എന്തായാലും വീട്ടിൽ നിന്നൊക്കെ ഇടുമ്പോൾ നല്ല സുഖം, നല്ല കംഫർട്ടായിട്ടുള്ള കുർത്തീസാണ് കേട്ടോ ഇത്. അപ്പം ഇതാണ് നമ്മുടെ തേർഡ് വൺ. അപ്പോൾ ഈ ഒരു കുർത്തിക്ക് സെറ്റായിട്ട് ഞാനൊരു ബോട്ടം കൂടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ബോട്ടം ഇതാണ്. ഇതൊരു തിക്ക് കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ്. ഞാനിത് റയോൺ ആയിരിക്കും കേട്ടോ വിചാരിച്ചത്, പക്ഷേ നല്ല എന്താ പറയുക, നല്ല കോട്ടൺ മെറ്റീരിയലാണ്. നേവി ബ്ലൂ കളറിൽ വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഡ്രോ സ്ട്രിങ് വരുന്നുണ്ട്. ബാക്ക് സൈഡ് എലാസ്റ്റിക് ആണ്, ഇതിൽ എലാസ്റ്റിക് വരുന്നില്ല. പിന്നെ 2 പോക്കറ്റ് വരുന്നുണ്ട്. നല്ലൊരു പ്രോഡക്റ്റാണ്. ആംഗിൾ ലെങ്ത് ആണ് വരുന്നത്. നല്ല കോട്ടൺ ആണ് കേട്ടോ, ഇത് തിക്കായിട്ടുള്ള കോട്ടൺ ആണ്. ഇത് ഞാൻ മീഡിയം ആണ് സൈസ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. വേസ്റ്റ് എനിക്ക് ലൂസ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു കയറുള്ളതുകൊണ്ട് തന്നെ സുഖമാണ് വേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് സെറ്റാക്കി ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 300 റേഞ്ചിലാണ് കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ അഫോർഡബിൾ ആണ്. ആ ഒരു പ്രൈസിന് എന്തായാലും വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.